നല്ല ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവരാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാ ഒരു 3 കപ്പ് പച്ചരി കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് വെള്ളത്തിൽ നിന്ന് മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഇല്ലാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 കിലോ പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതാ ഞാൻ എടുക്കുന്ന ഈ ഒരു കൈപ്പിടിയില്ലേ, ഈ ഒരു കൈപ്പിടി 3 പിടി ഇതുപോലെ തന്നെ തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഇതേ അളവിൽ 3 പിടി ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് അരിൻ്റെ ചോറായാലും കുഴപ്പമില്ല. ഇത് 1 കപ്പാണെങ്കിൽ 1 കൈപ്പിടി മതി കേട്ടോ. ഇപ്പം ഞാൻ 3 കപ്പായത് കൊണ്ടാണ് 3 കൈപ്പിടി എടുത്തിട്ടുള്ളത് രണ്ടും. ഈ പറഞ്ഞ ഒരളവ് കൂടിയും പോകരുത് കുറഞ്ഞും പോകരുത് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ എടുത്തോ, നിങ്ങളെ കൈപ്പിടി കണക്കാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 3 അച്ച് ശർക്കര, 1 കപ്പരിക്ക് 3 അച്ച് ശർക്കര എന്നുള്ള രീതിയിൽ 9 അച്ച് ശർക്കര ഞാൻ ഉരുക്കിയിട്ട് കൈ പൊള്ളാത്ത രീതിയിലുള്ള ആ ഒരു ചൂടിൽ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ഏലക്കപ്പൊടി, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്, എള്ള്, ജീരകം ഇതൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ ബാറ്ററിന് വേണ്ടത്. ഒരുപാട് ടൈറ്റും ആവരുത്, ഒരുപാട് ലൂസും ആവരുത് കേട്ടോ. മാവ് ടൈറ്റായി പോയി കഴിഞ്ഞാൽ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തീ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചുട്ടെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നിങ്ങൾക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒരു 3 ദിവസം വരെ കേടുവരാണ്ട് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളെ. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട് കേട്ടോ, അതാണ് എനിക്ക് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നിങ്ങൾ കണ്ടു നോക്കട്ടോ. അത് കണ്ട നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകല്ലേ. ഫുൾ വീഡിയോ നമ്മളെ ചാനലുണ്ട്, ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കോ.